കോവിഡ് പോസിറ്റീവായ യുവതിയെ ആംബുലൻസിൽ വെച്ച് ഡ്രൈവർ പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ആ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുകയാണ്. ആ ശിക്ഷയുടെ വിശദാംശങ്ങൾ, ശിക്ഷാവിധിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ട ആംബുലൻസ് പീഡനത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. 1,80,000 രൂപ പിഴ ഒടുക്കണം. 6 വകുപ്പുകളിലായിട്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. AV ജയശങ്കർ നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം. വളരെ ഗുരുതരമായ സംഭവമായിരുന്നു ഇത്, നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കേസിൽ കുറ്റക്കാരെ കണ്ടെത്താനും ഇപ്പോൾ നീതി നടപ്പാക്കാനും സാധിച്ചത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു പത്തനംതിട്ടയിലെ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച സംഭവം. ആ കേസിലെ പ്രതിക്കുള്ള ശിക്ഷാവിധി വന്നിരിക്കുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം 1,80,000 രൂപ പിഴ ഒടുക്കണം. 6 വകുപ്പുകളിലായിട്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൊഴിയെടുക്കുക, അതുപോലെ സാക്ഷികളെല്ലാം തന്നെ ക്വാറന്റൈൻ പോയി, ഡോക്ടർമാരെല്ലാം ക്വാറന്റൈൻ പോയി. അങ്ങനെ വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുക വന്നത്. അന്ന് നല്ല ടീമുണ്ടായിരുന്നു. അന്നത്തെ പന്തളം CR ശ്രീകുമാറെ, അതുപോലെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സൈമൺ സാറ്, അങ്ങനെ ഒരു ടീമായിട്ട് ഈ കേസ് അന്വേഷിച്ചത്. അതിനുശേഷം സമയത്തിനുള്ളിൽ തന്നെ 50 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ SP വിജി വിനോദ് കുമാർ സാറും, മുമ്പിരുന്ന SP ഐസാറ്, അതുപോലെ മുമ്പിരുന്ന SP നിശാന്തിനി IPS മേഡം അവർ, കൂടാതെ ഇപ്പോഴത്തെ DIG അജിത ബേഗം അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തിയുണ്ടായി. വിധി വളരെ സന്തോഷമുണ്ട്. പ്രധാന പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു, DNA റിസൾട്ട് കിട്ടിയുണ്ടായി. പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി. പിന്നെ GPS ആംബുലൻസ് GPS ട്രാക്ക്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്ത് കോടതിയിൽ ഹാജരാക്കിയുണ്ടായി. അതെ, പെൺകുട്ടി വളരെ ധൈര്യസമേതം കോടതി മുമ്പേ ആയാലും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പേ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് മൊഴി പറയാൻ പറ്റിയുണ്ടായി. ഈ കുട്ടി അതിനുശേഷം റിക്കവർ ചെയ്യാൻ തന്നെ വളരെ സമയമെടുക്കുകയുണ്ടായി. ഈ ഒരു ക്രൂരമായ നടപടി പ്രതിയുടെ ഭാഗത്തുണ്ടായി ക്രൂരമായ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി റിക്കവർ ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുക്കുകയുണ്ടായി. എല്ലാ തെളിവുകളും കൊടുക്കുകയുണ്ടായി. എല്ലാം എടുത്ത് അന്ന് ആ ടീമെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. DSP ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. നമുക്കറിയാം, സമൂഹ മനസാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു പത്തനംതിട്ടയിൽ കോവിഡ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ച് രോഗിയെ പീഡിപ്പിച്ച സംഭവം. ഈ കേസിലെ പ്രതി കായംകുളം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ നൌഫലാണ്. നൌഫൽ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. ശിക്ഷാവിധി ഇപ്പോൾ വന്നിരിക്കുന്നു. നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം 1,80,000 രൂപ പിഴയൊടുക്കണം. 6 വകുപ്പുകളിലായിട്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2020 സെപ്റ്റംബർ 5-നാണ് കോവിഡ് രോഗബാധയായ യുവതിയെ ആംബുലൻസിൽ വെച്ച് നൌഫൽ പീഡിപ്പിച്ചത്. അതിനുശേഷം നൌഫൽ ക്ഷമാപണം നടത്തുകയും ഈ കാര്യം യുവതി മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ യുവതി പീഡന വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതും. അതിനുശേഷം ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രതി നൌഫലിന് കോടതി വിധിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതി AV ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, 2020 ഈ സംഭവം നടക്കുന്നത്. കോവിഡ് കാലത്ത് സെപ്റ്റംബർ 5-നാണ് കോവിഡ് രോഗബാധയായ യുവതിയെ ഇയാൾ പീഡിപ്പിച്ചത് ആംബുലൻസിൽ കൊണ്ടുപോകും വഴി. ഈ കേസിലെ ശിക്ഷാവിധി വന്നിരിക്കുന്നു. എന്താണ് കോടതി ശിക്ഷാവിധിയുടെ പൂർണ്ണമായ വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, പോലീസിനെ സംബന്ധിച്ച് അവരുടെ അന്വേഷണ മികവിൻ്റെ മറ്റൊരു ഘട്ടം കൂടിയാണ് ഈ വിധിയിലൂടെ പുറത്തു വരുന്നത്. പോലീസിനെ സംബന്ധിച്ച് അവർ വലിയ തോതിൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചു. DNA സാമ്പിളുകൾ, ഒപ്പം തന്നെ ഈ ആംബുലൻസിൻ്റെ റൂട്ട് മാപ്പ്, ഈ പ്രതി ഇത്തരത്തിൽ യുവതിക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ വിധി സമ്പാദിച്ചെടുക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും സാധിച്ചത്. എന്തായാലും ഈ കായംകുളം സ്വദേശി ആയിരുന്ന ആംബുലൻസ് ഡ്രൈവർ നൌഫലിന് ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. 1,80,000 രൂപ ഫൈൻ കെട്ടിവെക്കണം. ഒപ്പം തന്നെ 6 വകുപ്പുകളിലായിട്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷ നിലവിൽ വിധിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. പോലീസ് കൃത്യമായും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോയത്. 2020 സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ കോവിഡ് സെന്ററിലേക്ക് പോകുന്ന വഴി ആംബുലൻസ് ഡ്രൈവർ ആറന്മുളയിലെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഈ യുവതിയെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്.
ആ പീഡനം നടന്നു. പിന്നാലെ ഈ യുവതിയോട് ഇദ്ദേഹം ക്ഷമാപണം നടത്തുന്ന സംഭവം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇത് പോലീസിലേക്ക് ഈ കാര്യം പോയി. അങ്ങനെ പോലീസ് പിന്നീട് കേസെടുത്തു. ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഹൈക്കോടതി കൃത്യമായി അന്ന് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതി എന്തായാലും നൽകുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും പത്തനംതിട്ടയിലെ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. ഈ കേസുമായി ജയശങ്കർ, നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായി നമുക്ക് വീണ്ടും വേണം. പത്തനംതിട്ടയിലാണ് കോവിഡ് രോഗബാധയായിരുന്ന യുവതി ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫൽ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്ന് ആ ശിക്ഷാവിധി വന്നിരിക്കുന്നു. നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 1,80,000 രൂപ പിഴ കൊടുക്കണം. 6 വകുപ്പുകളിലായിട്ടാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷാവിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങളാണ് ഇപ്പോൾ AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.